എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും മൈ ക്യാമ്പസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. പഴമയുടെ ഏടുകളിലേക്ക് നാം ഇറങ്ങിയാൽ പഴശ്ശിയുടെ പടയോട്ട ചരിത്രം മുതൽ തിറയുടെയും തറിയുടെയും ചരിത്രമിറങ്ങുന്ന വടക്കൻ മലബാർ. ചാരുതയേറും ചരിതേ നന്മസ്വരൂപിണി മാതാവേ, അറിവിൻ മലരായി വിടരാനും കനിവിൻ മധുവായൊഴുകാനും തിരുസുതനൂഴിയ അമ്മേ നീ പുലർക്കാലത്തിൻ നക്ഷത്രം സുതരിവർ നിൻ പാദമണയുന്നു, അനുഗ്രഹ കിരണം ചൊരിയണമേ, അനുഗ്രഹ കിരണം ചൊരിയണമേ. മലബാറിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനമായ നെടുമ്പേരി കോളേജ് 1964 അഭിവന്യ സെബാസ്റ്റ്യൻ മുള്ളപ്പള്ളി പിതാവിനാൽ ഇവിടെ സ്ഥാപിതമായി. വർഷങ്ങളോളം സെബാസ്റ്റ്യൻ മുള്ളപ്പള്ളി പിതാവായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരി. അതിനുശേഷം അഭിവന്യ വലിയമറ്റം പിതാവായിരുന്നു ദീർഘകാലം ഈ സ്ഥാപനത്തെ നയിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം അദ്ദേഹം റിട്ടയർ ചെയ്തു. ശേഷം ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരി അഭിവന്യ ജോർജ് ഞാർലക്കാട്ട് പിതാവാണ്. എൻ്റെ മുമ്പിൽ ഏകദേശം 10ഓളം പ്രശസ്തരും പ്രഗത്ഭരുമായ പ്രിൻസിപ്പൽമാർ ഈ കോളേജ് സ്ഥാപനത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നൊരു പേരാണ് ബഹുമാനപ്പെട്ട വടക്കുമുല്ലച്ചൻ്റെ പേര്. കാരണം അദ്ദേഹമാണ് ഈ കോളേജിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്.
യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ലലലാ ലലലാ ലലലലാ ലലാ ആഹാ 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 തിരതല്ലും മോദത്തോടെത്തും താരാകെ പ്രേക്ഷകർ നിരനിരയാ ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും താരാകെ പ്രേക്ഷകർ നിരനിരയായി നാഥാദിനാഥനായി വാഴുമെന്നീശനായി ഉണർവോടേകും നിൻ ഉൾത്തടം ഞാൻ ഉണർവോടേകും നിൻ ഉൾത്തടം ഞാൻ പൈതലാ യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ലലലാ ലലലാ ലലലലാ ലലാ ആഹാ 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 2004 നമ്മുടെ കോളേജിന് UGCയുടെ NAC ടീം വരികയുണ്ടായി. അദ്ദേഹം ഈ കോളേജിൽ വിശദമായി പരിശോധന നടത്തിയ ശേഷം നമുക്ക് B++ ഗ്രേഡ് ആദ്യത്തെ അക്രഡിറ്റേഷനിൽ B++ ഗ്രേഡ് നമുക്ക് നൽകുകയുണ്ടായി. വീണ്ടും 2011 NAC ടീം റീ അക്രഡിറ്റേഷന് വരികയുണ്ടായി. അവരുടെ വിസിറ്റിൽ വളരെ സംതൃപ്തരായ ആ ടീം നമുക്ക് തന്നിരിക്കുന്നത് A ഗ്രേഡാണ്. 3.15 ഗ്രേഡിൽ 3.15 ഗ്രേഡ് പോയിൻറ്റിൽ നമുക്കിന്ന് A ഗ്രേഡിലാണ് ഈ കോളേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ഞങ്ങൾ വീണ്ടും 2017 നമ്മുടെ കോളേജിൻ്റെ 3ാമത്തെ അക്രഡിറ്റേഷൻ വർഷമാണ്. അവിടെ ആ അക്രഡിറ്റേഷനിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 3.15 നിന്ന് 3.5 മുകളിലേക്കുള്ള ഒരു ഗ്രേഡ് പോയിൻ്റ് നേടുവാനായിട്ട് ഞങ്ങളെല്ലാവരും അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി മാനേജ്മെൻറ്റും കോളേജും അധ്യാപകരും അനധ്യാപകരും കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരമാണിത്. 2013-14 കാലഘട്ടം കോളേജിൻ്റെ ജൂബിലി വർഷമായിരുന്നു. വളരെ സമുചിതമായി മലബാറിലെ തന്നെ ഒരു വലിയ ആഘോഷമായി ഞങ്ങൾ അത് ആഘോഷിക്കുകയുണ്ടായി. മാനേജ്മെൻറ്റും PTA-യും അലുമിനിയും എല്ലാവരും സഹകരിച്ച് വളരെ നല്ല ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ പ്രോഗ്രാംസ് ഞങ്ങൾ ഇവിടെ കാഴ്ചവെക്കുകയുണ്ടായി. നമ്മുടെ നെന്മാറ കോളേജിന് ഒരു വിഷനുണ്ട്. ആ വിഷൻ നമുക്കിങ്ങനെ പറയാം: ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി വിത്ത് എംഫസിസ് ഓൺ ഇൻ്റലക്ച്വൽ, സ്പിരിച്വൽ, മോറൽ ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത് ഇൻസ്പയർഡ് ബൈ ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ ഒരു കാഴ്ചപ്പാടിലാണ് നെന്മാറ കോളേജിനെ കൊണ്ടുപോകാനായിട്ട് മാനേജ്മെൻറ്റും മുൻ പ്രിൻസിപ്പൽമാരും ഇപ്പോൾ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
വിദ്യാഭ്യാസം എന്ന പ്രക്രിയ എന്ന് പറയുന്നത് അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല, ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുക മാത്രമല്ല, അതിലുപരിയായിട്ട് നമ്മുടെ ഇവിടേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഈ 3 വർഷമോ 5 വർഷമോ ഈ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണം സംഭവിക്കണം. അതിലൂടെ ഒരു പുതിയ വ്യക്തിയായിട്ട് സമൂഹത്തിന് അവരെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ദ റിയൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ദ ക്യാരക്ടർ ഫോർമേഷൻ ഓഫ് എ പേഴ്സൺ. അതുതന്നെയാണ് നമ്മളും ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ വളരെ വിശാലമായ തലങ്ങളിൽ നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും, ദ റിയൽ എയിം ഓഫ് education is to create intellectually mature, morally upright, spiritually inspired and socially committed young men and women who should be an asset to the society, not a burden. ഈ ഒരു കാഴ്ചപ്പാടിലാണ് നിർമ്മൽ ഡിഗ്രി കോളേജിലെ വിദ്യാഭ്യാസം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് മുഖ്യമായിട്ടും കടന്നു വരുന്ന വിദ്യാർത്ഥികൾ ഗ്രാമപ്രദേശങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികളാണ്. അവർ കഴിയുന്നത്ര അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുകയും ഈ 3-5 വർഷങ്ങളിൽ പഠിച്ചു കഴിയുമ്പോഴേക്കും അവരെ അറിവിൻ്റെ തലത്തിലും വ്യക്തിത്വ തലത്തിലും എല്ലാം വളർത്തി സമഗ്രമായൊരു വികസനമാണ്, അവർ വ്യക്തിത്വ വികസനമാണ് നമ്മളിവിടെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയുസേകിയ ദൈവം നൽകിയ പൊന്മണി മുത്തിവൻ എൻ്റെ മകൻ. ആയുസേകിയ ദൈവം നൽകിയ പൊന്മണി മുത്തിവൻ എൻ്റെ മകൻ. കുഞ്ഞിക്കാലൊന്ന് കാണാൻ കൊതിയോടെ പ്രാർത്ഥനയൊത്തിരി അർപ്പിച്ചു. ഉള്ളിൻ നൊമ്പരമറിഞ്ഞ ദൈവം നൽകിയ സമ്മാനം സാംസൺ എന്ന മകൻ. മദ്യപാനശീലം പാടില്ലെന്നോതി നീളമുള്ള മുടിയിൽ കത്രിക വയ്ക്കാൻ പാടില്ല. വിണ്ണിൻ കൃപയോടെ മണ്ണിൻ ബലമോടെ കരുത്തനായി സാംസൺ അങ്ങനെ വളർന്നു വന്നല്ലോ. ഏതു ശത്രുവിനെയും തോൽപ്പിച്ചിടുവാൻ ബലവും കഴിവുമുള്ളവനായി. ഒരു നാൾ സാംസൺ യാത്ര ചെയ്തിടവേ ഒരു കൂട്ടം ആളുകൾ ഓടി വന്നു. സിംഹം വരുന്നു, രക്ഷിക്കണം. അതു കേട്ടു സാംസൺ അമ്പരന്നു. അലറിക്കുതിച്ചെത്തും ആ കാട്ടുരാജന്റെ ജടയിൽ പിടിച്ചു സാംസൺ. അപ്പോൾ ഒരു കൊച്ചു പൂവ് പറിച്ചെടുക്കും പോലെ പൊക്കിയെടുത്തു നിലത്തടിച്ചു. തൻ പ്രിയജനത്തെ കൊന്നു തള്ളിയിടുന്ന ശത്രുവെയെല്ലാം അവൻ തുരത്തി. തൻ പ്രിയജനത്തെ കൊന്നു തള്ളിയിടുന്ന ശത്രുവെയെല്ലാം അവൻ തുരത്തി. തൻ്റെ ജനത്തിൻ്റെ സംരക്ഷകനായി ധീരനാം സാംസൺ ഉയർന്നു നിന്നു. ഒരിക്കൽ അങ്ങനെ യാത്രയ്ക്കിടയിൽ അവൻ കണ്ടു ദലീല എന്നൊരു ഫിലിസ്ത്യയായൊരു സുന്ദരിയെ കണ്ടു. ഉള്ളിൽ പ്രണയം പൂത്തുലഞ്ഞു നിന്നു. പ്രിയരവരുടെ നൽവാക്കുകൾ കേൾക്കാതെ പ്രണയിച്ചു അവനാ സുന്ദരിയെ. അവളുടെ പഞ്ചാരവാക്കിൽ വീണവനെ ചതിക്കാൻ അവൾ തക്കം നോക്കി നിന്നു. മടിയ
സുഖമായുറക്കി മുടിമുറിച്ചവനെ അശക്തനാക്കി. മെല്ലെയുണർന്നവൻ ശത്രുക്കളെ കണ്ടു ചാടിയെഴുന്നേറ്റു നേരിടുവാൻ നെഞ്ചും വിരിച്ചങ്ങു നിന്നു. മുടിമുറിച്ചവളെന്റെ ശക്തി ചോർത്തി, ചതിയിലൂടവളെന്നെ ഒറ്റിക്കൊടുത്തു. ഒരുപാടു പ്രണയിച്ച പെണ്ണിന്റെ വഞ്ചന താങ്ങുവാനാകാതവൻ കരഞ്ഞു. മാതാപിതാക്കൾ തൻ വാക്കുകളോർത്തവനപ്പോൾ, പ്രിയരായവർ തൻ വാക്കുകൾ കേൾക്കാത്ത ദുഃഖം അത് ചതിയായി അവനെ വിഴുങ്ങി. നിങ്ങളോർക്കൂ ഇന്നുമെന്നുമെന്നും മാതാപിതാക്കളെ അനുസരിക്കൂ. ആ സ്നേഹവാക്കുകൾ മറന്നിടല്ലേ, അവ നിന്റെ വഴിയിലെ ദീപമാണ്. പുത്തൻ പുതിയ ക്യാമ്പസ് വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.